കോവിഡ് കാലത്തെ PPE കിറ്റ് കൊള്ള അത് കൊള്ളയാണെന്ന ആരോപണം ആയുധമാക്കും പ്രതിപക്ഷം. ഈ CAG റിപ്പോർട്ടിലെ പരാമർശങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കാനുമാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അപ്പൊ പ്രസാദ്, കഴിഞ്ഞ ദിവസം മുൻ ആരോഗ്യമന്ത്രിയൊക്കെ പറയുന്ന ഒരു കാര്യം, ലക്ഷക്കണക്കിന് കിറ്റുകൾ വാങ്ങിയതിൽ ചെറിയൊരു ശതമാനത്തിനാണ് ഈ 3 ഇരട്ടി തുക നൽകേണ്ടി വന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത്തരം ന്യായീകരണങ്ങളിലൊക്കെ പിടിച്ചു നിൽക്കാൻ സർക്കാരിന് കഴിയുമോ? കൃത്യമായ ഒരു വിശദീകരണം ഈ വിഷയത്തിൽ നൽകേണ്ടി വരുമല്ലോ അല്ലേ? ഉറപ്പായും ഇതൊരു പ്രധാന ആയുധമാക്കാനുള്ള ഒരു ഒരുക്കത്തിൽ തന്നെയാണ് പ്രതിപക്ഷവും കോൺഗ്രസും. അതായത് നമുക്കറിയാവുന്നതുപോലെ കോവിഡ് കാലത്ത് നടന്ന പർച്ചേസിലെ കൊള്ള അത് വലിയ രീതിയിൽ അന്ന് ചർച്ച ചെയ്തതാണ്. നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും മാധ്യമങ്ങളിലും വലിയ തോതിൽ വാർത്തയായതാണ് ആ കോവിഡ് കൊള്ള എന്നൊക്കെ പേരിലുള്ള ആ പരമ്പരകൾ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ 1550 രൂപയ്ക്കാണ് സാൻ ഫാർമ, മഹാരാഷ്ട്ര ആസ്ഥാനമായ സാൻ ഫാർമ എന്ന കമ്പനിയിൽ നിന്ന് അന്ന് PPE കിറ്റ് വാങ്ങിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അന്ന് പുറത്തു വന്നതാണ്, ഫയൽ നോട്ടുകൾ. അന്ന് 550 രൂപയ്ക്ക് കൊടുക്കുന്ന കമ്പനികൾ ഇവിടെ ഉണ്ടായിരുന്നു. 550 രൂപയ്ക്ക് കൊടുക്കുന്ന കമ്പനികളിൽ ഇതിൻ്റെ കൂടി ഓർഡർ കൊടുക്കാതെ ആ കൊടുത്ത ദിവസവും, അതായത് 550 രൂപയ്ക്ക് വാങ്ങിയ ദിവസവും അതിൻ്റെ തലേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും എല്ലാം ഈ 1550 രൂപയ്ക്കുള്ള കിറ്റ് വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് അന്ന് KK ശൈലജയും മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് അന്നത്തെ സാഹചര്യം അതായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ CAGയുടെ ഈ കണ്ടെത്തലോടെ ഒരു കാര്യം വ്യക്തമാവുകയാണ്. കോവിഡിൻ്റെ മറവിൽ നടത്തിയ വ്യാപകമായ പർച്ചേസിൽ അതിൽ ക്രമക്കേടുണ്ടായിരിക്കുന്നു. ഏതാണ്ട് 10 കോടിയുടെ നഷ്ടമാണ് ആ CAG ഈ PPE കിറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറയുന്നത്. കോവിഡുമായി ബന്ധപ്പെട്ടുള്ള പർച്ചേസുകൾ തീർച്ചയായിട്ടും പ്രതിപക്ഷം അത് ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് സാധ്യത. കാരണം ആ സമയത്ത് വലിയ ചർച്ചയായതാണ്. അതുകൊണ്ട് പ്രതിപക്ഷം ഇത് വിടാതെ പിടിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്.